Hi guys. Sorry. So last സെഷനിൽ നമ്മൾ ക്വറി വേരിയബിൾസ് ഗ്രാഫിക്കൽ ടൂളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ആക്സസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി പുറത്തെ ഡാറ്റ നമുക്ക് മ്യൂട്ടേഷനിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായിരുന്നു. ഓക്കെ, സോ ഇതിൻ്റെ സമ്മറി ലാസ്റ്റ് സെഷൻ നമ്മൾ സമ്മറി എന്തായിരുന്നു വെച്ചാൽ നമുക്ക് മ്യൂട്ടേഷനെ ഏത് ഒരു ഫങ്ഷനെ പോലെയായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ഈ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ പാസ് ചെയ്യാൻ പറ്റും നമ്മുടെ മ്യൂട്ടേഷൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ പുറത്തെ ഡാറ്റയൊക്കെ നമുക്ക് മ്യൂട്ടേഷൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇപ്പോഴൊരു ഇഷ്യൂ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഗ്രാഫിക്കൽ ടൂളിലാണ് നമ്മൾ ട്രൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ കമ്പോണൻ്റ് ഉള്ളിൽ നിന്ന് നമുക്ക് ഡാറ്റ പാസ് ചെയ്യണം മ്യൂട്ടേഷനുള്ളിലേക്ക്. അത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴും നമ്മുടെ മുന്നിലൊരു ഇഷ്യൂ ആയിട്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് മനസ്സിലായി നമുക്ക് മ്യൂട്ടേഷൻ ചേഞ്ച് ചെയ്യണം എന്നുള്ളത് കുറച്ച്. സോ നമ്മൾ ആ സെക്ഷൻ നമ്മളിവിടെ ഫസ്റ്റ് വർക്ക് ചെയ്യാം. നമ്മുടെ മ്യൂട്ടേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യണം. നമ്മൾ എഴുതിയ ക്വറിയായിട്ട് മാച്ച് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മുമ്പ് എഴുതിയ ക്വറിയായിട്ട് ഇവിടെ മോഡിഫൈ ചെയ്യണമല്ലോ. സോ ആ മോഡിഫിക്കേഷൻ നമുക്ക് ക്വറിയിൽ ഫസ്റ്റ് മാറ്റം വരുത്താം. എങ്ങനെയാണെന്ന് നോക്കാം. മുമ്പ് എഴുതിയ പോലെ തന്നെയാണ്. മ്യൂട്ടേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ആ മ്യൂട്ടേഷൻ്റെ പേര് കൊടുത്തു. നമ്മുടെ കേസിൽ ആഡ് സോങ് എന്നാണ് മ്യൂട്ടേഷൻ്റെ പേര്. ആഡ് സോങ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതൊരു എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു പാരാമീറ്റർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതിന് നമ്മൾ ടൈറ്റിൽ എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തു നമ്മൾ. ഓക്കെ, അത് എന്ത് ടൈപ്പാണെന്ന് പറയുന്നത് നമ്മൾ സ്ട്രിങ് ആണെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ടൈറ്റിലിൻ്റെ ഉള്ളിൽ നമ്മൾ വരുന്ന ടൈറ്റിൽ തന്നെയാണ് വരുന്നത്. അവിടുന്ന് വരുന്ന ടൈറ്റിൽ തന്നെ ടൈറ്റിലാക്കി നമ്മൾ പറയുന്നു. എന്നിട്ട് നമ്മളിവിടെ ടൈറ്റിൽ തിരിച്ച് എക്സ്പെക്റ്റ് ചെയ്യണം ഔട്ട്പുട്ടിൽ. ഓക്കെ, സോ നമ്മൾ ആഡ് സോങ് എന്ന് പറഞ്ഞു. ഇപ്പം മ്യൂട്ടേഷൻ നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് ഇപ്പം മ്യൂട്ടേഷൻ നമ്മളൊരു ആഡ് പേര് കൊടുത്തിട്ട് അതിൽ ഒരു പാരാമീറ്റർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ വരുന്ന ടൈറ്റിൽ എന്താണോ അത് നമ്മൾ മ്യൂട്ടേഷനുള്ളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ മ്യൂട്ടേഷൻ നമ്മൾ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ പുറത്ത് ഡാറ്റ നമ്മുടെ കമ്പോണൻറ്റിൽ നിന്നുള്ള ഡാറ്റ എടുത്തിട്ട് മ്യൂട്ടേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ എന്താ പറയുക, ഈ കമ്പോണൻറ്റും ഈ മ്യൂട്ടേഷനും തമ്മിൽ റാപ്പപ്പ് ചെയ്യണം ആക്ച്വലി. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ സോങ് ലിസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഈ കൊറിയും നമ്മൾ എഴുതിയ കൊറിയും ഈ കമ്പോണൻറ്റ് നമ്മൾ ഒരു റാപ്പപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ GraphQL എന്നൊരു റിയാക്ട് അപ്പോളോ ലൈബ്രറി ഹെൽപ്പർ യൂസ് ചെയ്തിട്ട് നമ്മളിത് ഒന്ന് എന്താ പറയുക ഒന്ന് കമ്പൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. സോ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നമ്മുടെ കേസിലും അതേപോലെ തന്നെ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ ഞാൻ ആ ഇമ്പോർട്ട് ചെയ്യാണ്. ഞാനിവിടുന്ന് തൽക്കാലം കോപ്പി ചെയ്യണം ഇമ്പോർട്ട്. GraphQL ഇവിടുന്ന് എടുത്തിട്ട് ഇത് കോപ്പി പേസ്റ്റ് ചെയ്യണമെന്ന് നമ്മുടെ കേസിൽ. ഓക്കെ, സോ ഞാനിവിടെ GraphQL ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്തെടുത്തു. ഇനി ഈ GraphQL നമുക്ക് യൂസ് ചെയ്തിട്ട് റാപ്പപ്പ് ചെയ്യണം. നമ്മുടെ മ്യൂട്ടേഷനും നമ്മുടെ കമ്പോണൻറ്റ് നമ്മൾ റാപ്പപ്പ് ചെയ്യണം. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ GraphQL ഓഫ് എന്നുണ്ട്. മുമ്പ് എഴുതിയ പോലെ തന്നെയാണ്, അതിൽ ചേഞ്ച് ഒന്നുമില്ല. നമ്മളൊരു ക്വരിക്ക് പകരം ഇവിടെ നമ്മൾ മ്യൂട്ടേഷൻ നമ്മൾ മെൻഷൻ ചെയ്യും. ഓക്കെ, സോ ഈ മ്യൂട്ടേഷനും ഈ കമ്പോണൻറ്റും തമ്മിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് റാപ്പപ്പ് ചെയ്തെടുത്തു. ഓക്കെ, സോ ഇത് നമ്മൾ സോങ് ലിസ്റ്റിൽ എന്ത് ചെയ്തു അതേപോലത്തെയാണ്. പക്ഷേ സോങ് ലിസ്റ്റിൽ കൊറി ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ മ്യൂട്ടേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ സോങ് ലിസ്റ്റിൽ ഇപ്പോൾ മ്യൂട്ടേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ പറ്റി, നമുക്ക് പ്രോപ്പർട്ടി ആക്സസ് ചെയ്യാൻ പറ്റിയത് പ്രോപ്സ് ഡോട്ട് നമുക്ക് വരുന്ന ഡാറ്റ ആക്സസ് ചെയ്യുന്നുണ്ട്. ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് ഡാറ്റ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് പ്രോപ്പർട്ടിയിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അത് കൊറിയയുടെ കേസിലാണ്. നമ്മുടെ കേസിൽ നമുക്ക് മ്യൂട്ടേഷൻ ഉള്ളതുകൊണ്ട് അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, നമുക്ക് ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് ഡാറ്റ ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ റാപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് പ്രോപ്സ് ഡോട്ട് മ്യൂട്ടേറ്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റാണ് നമുക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ തൽക്കാലം ഞാൻ കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ദിസ് ഡോട്ട് പ്രോപ്സ് ഇട്ടു. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എന്താ വരുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഉള്ളത്. ഇനി നമ്മളത് ഇവിടെ ലോക്കലാസ്റ്റ് 4000 സോങ് ന്യൂവിൽ പോയിട്ട് ഇവിടെ നമുക്ക് ഇൻസ്പെക്റ്റ് ചെയ്തിട്ട് നോക്കാം എന്താ വാല്യൂ വരണേന്നുള്ളത്. ഞാനിവിടെ ആയിരുന്നു ടെസ്റ്റ് സോങ്
ഓക്കെ, എൻ്റർ അടിച്ചപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഒരു കൺസോൾ ലോഗിൽ നമുക്ക് ഡാറ്റ വരുന്നുണ്ട്, അത് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുത്തത് ദിസ് ഡോട്ട് പ്രോപ്സ് എന്താണോ കൊടുത്തതെന്ന് വെച്ചാൽ അത് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാവും ഈ ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് മ്യൂട്ടേറ്റ് എന്നൊരു സംഭവമുണ്ട്. ആക്ച്വലി ഇത് ഒരു ഫംഗ്ഷനാണ് ആക്ച്വലി ഇൻവോക്ക് ചെയ്യുന്നത്, നമ്മുടെ കമ്പോണൻ്റായിട്ട് ടൈഡപ്പ് ചെയ്തിട്ടൊരു ഫംഗ്ഷനാണ്. ഓക്കെ, സോ ഇത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് മ്യൂട്ടേറ്റ് എന്ന് പറഞ്ഞ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഐഡിയലി ഇത് നമ്മുടെ എഴുതിയ മ്യൂട്ടേഷൻ്റെ മെത്തേഡായിട്ട് ഇൻവോക്ക് ചെയ്യും. ഓക്കെ, സോ അതാണ് ഇതിൽ വർക്ക് ചെയ്യിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഇനി നമുക്ക് മനസ്സിലാവുക, നമുക്ക് ചെക്ക് ചെയ്യണം നമ്മുടെ ക്വറി വേരിയബിൾ എങ്ങനെയാണ് ഇതിൽ യൂസ് ചെയ്യാൻ പോകണമെന്നുള്ളത്. സോ അത് ഭയങ്കര സിമ്പിളാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ മെത്തേഡ്, ഈ മ്യൂട്ടേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയ ഇവിടെ മ്യൂട്ടേഷനിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഞാനിപ്പോൾ കൺസോൾ ഡോട്ട് ലോഗ് ഇത് കമൻറ്റ് ചെയ്തിട്ടിട്ട് നമുക്ക് ആ ഫംഗ്ഷൻ വിളിക്കാം. ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് മ്യൂട്ടേറ്റ്, നമ്മളിവിടെ കണ്ട മ്യൂട്ടേറ്റ് ആണ് ഫംഗ്ഷൻ വിളിക്കുന്നത്. ഓക്കെ, പക്ഷേ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആക്ച്വലി നമുക്ക് ഒരു കോൺഫിഗറേഷൻ ഒബ്ജക്റ്റ് പാസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പാസ് ചെയ്യുന്ന പ്രോപ്പർട്ടി വേരിയബിൾസ് ആണ്. ഈ വേരിയബിൾസിൽ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ക്വറി വേരിയബിൾസ് പാസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് മ്യൂട്ടേഷനിലേക്ക് എന്താണ് ക്വറി വേരിയബിൾ പാസ് ചെയ്യേണ്ടത് അതിവിടെ പാസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ ടൈറ്റിൽ മെൻഷൻ ചെയ്യാണ്. ഇവിടെ എന്ത് ടൈറ്റിൽ വരിക, നമ്മുടെ സ്റ്റേറ്റിൽ നമ്മളിവിടെ കൊടുക്കുന്ന ടൈറ്റിലാണ്, ഇൻപുട്ട് ബോക്സിൽ കൊടുക്കുന്ന ടൈറ്റിലാണ് വേണ്ടത്. സോ നമ്മൾ ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് ടൈറ്റിൽ നമ്മുടെ കേസിൽ. ഓക്കെ, സേവ് ചെയ്തു. ഇപ്പം ഇത് മനസ്സിലായി വിചാരിക്കണം. ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മ്യൂട്ടേറ്റ് എന്ന് പറഞ്ഞു വിട്ടു, ദിസ് ഡോട്ട് പ്രോപ്സ് മ്യൂട്ടേറ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മ്യൂട്ടേഷൻ കോളാവും. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ വാല്യൂസ് പാസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് അതിൽ വേരിയബിൾസ് പ്രോപ്പർട്ടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഒരു ക്വറി പാരാമീറ്റർ പോലെ നമ്മുടെ വാല്യൂസൊക്കെ പാസ് ചെയ്യാം. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ഇത് ഞാൻ സേവ് ചെയ്തു. ഇനി നമുക്കൊന്ന് ബ്രൗസറിൽ റൺ ചെയ്ത് നോക്കാം. റീലോഡ് ചെയ്യാം. ടെസ്റ്റ് സോങ് നമ്മൾ എഴുതി, ഞാൻ എൻ്റർ അടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ കയ്യിലൊന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല എന്നുള്ളത്. സോ ഇത് നമുക്ക് സേവ് ചെയ്തോ ഇല്ലയോ എന്നുള്ള ഡാറ്റ അറിയണം. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ലോക്കൽ ഹോസ്റ്റ് 4000 ഒന്ന് ഹിറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുത്ത ടെസ്റ്റ് സോങ്, ഞാൻ വേറെ ടാബിൽ ഓപ്പൺ ചെയ്തെന്നുള്ളൂ, നമ്മളിവിടെ കൊടുത്ത ടെസ്റ്റ് സോങ് എന്താണെന്ന് വെച്ചാൽ അതിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നമ്മളിവിടെ റെസ്പോൺസായിട്ട് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല ഇത് ആഡ് ആയെന്നോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ആ മ്യൂട്ടേഷൻ വിളിച്ചത് നമുക്ക് പർപ്പസ് നടന്നിട്ടുണ്ട്. ആ പുതിയൊരു ടൈറ്റിൽ ഡാറ്റാബേസിൽ സേവ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് സോങ് എന്നും പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന എന്താണോ ടൈറ്റിൽ അത് ഡാറ്റാബേസിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഫ്ലോ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്കൊരു മ്യൂട്ടേഷൻ ഇവിടെ ആഡ് ചെയ്തു. സോ ഈ മ്യൂട്ടേഷനെ നമ്മൾ വിളിക്കണം എന്നുണ്ടെങ്കിൽ, പുറത്ത് ഡാറ്റ വെച്ച് വിളിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് മ്യൂട്ടേറ്റ് എന്നുള്ളൊരു ഒബ്ജക്റ്റ് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുക. ഓക്കെ, സോ ആ ഫംഗ്ഷൻ കോളിന് നിങ്ങളിത് റാപ്പപ്പ് ചെയ്യണം. ആദ്യം GraphQL മ്യൂട്ടേഷൻ നമ്മൾ എഴുതിയ മ്യൂട്ടേഷൻ കമാൻഡായിട്ട് റാപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂട്ടേഷൻ ആയതുകൊണ്ട് ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് മ്യൂട്ടേറ്റ് നമുക്ക് കിട്ടും. എന്നിട്ട് ഈ ദിസ് ഡോട്ട് പ്രോപ്സ് മ്യൂട്ടേറ്റ് നമ്മൾ വിളിച്ചിട്ട് അതിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ക്വറി പാരാമീറ്ററായിട്ട് വേരിയബിൾസ് പ്രോപ്പർട്ടിയിൽ അപ്ലോഡ് കൊടുക്കുക ബേസിക്കലി. സോ ആ വേരിയബിൾസ് പ്രോപ്പർട്ടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ ഇത് വിളിച്ചിട്ട് ഇവിടുന്ന് ടൈറ്റിൽ മെൻഷൻ എടുത്തിട്ട് ആ ടൈറ്റിൽ എടുത്തിട്ട് മ്യൂട്ടേഷൻ നമ്മൾ മുമ്പ് പഠിച്ച പോലെ മ്യൂട്ടേഷൻ എക്സിക്യൂട്ട് ആകും ഇവിടുന്ന്. ഓക്കെ, സോ ഇതാണ് പ്രോസസ്സ്. ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ പോർഷൻ ഒന്നുകൂടിയും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ,
സോ നമുക്കൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ കേസിൽ ഒരു മ്യൂട്ടേഷൻ ഉള്ളൂ, അതുകൊണ്ട് എടുത്തു. ഇൻ കേസ് നമുക്ക് മൾട്ടിപ്പിൾ മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ, നമ്മുടെ ഒരൊറ്റ കമ്പൗണ്ടിൽ, നമ്മുടെ ഈ കമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു 2-3 മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആക്സസ് ചെയ്യേണ്ടത്? കാരണം നമ്മൾ ഒറ്റ മെത്തേഡാണ് മ്യൂട്ടേറ്റ് വിളിക്കുന്നത്. ഇത് ആദ്യത്തെ മ്യൂട്ടേഷനാണോ, രണ്ടാമത്തെ മ്യൂട്ടേഷനാണോ, മൂന്നാമത്തെ ആണോ, നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മളതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത്, ഈ ഒരു ഇഷ്യൂ ഞാൻ ലേറ്റർ on നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്ത് തരാം. ഓക്കെ. സോ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ശേഷം ഇവിടെ ഒന്നും നടക്കുന്നില്ല, എൻ്റർ അടിച്ചു, ഒന്നും നടക്കുന്നില്ല ഇവിടെ. അത് ആക്ച്വലി നമുക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അത് നാവിഗേറ്റ് ചെയ്യാനാണ്. ഇവിടുന്ന് എടുത്തിട്ട് നമുക്ക് ഈ പേജിലേക്ക് നാവിഗേറ്റ് ചെയ്ത് കൊണ്ടുവരാനാണ് പ്ലാൻ. അപ്പോൾ കാണാമല്ലോ ബേസിക്കലി. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അതിൻ്റെ ഒപ്പം ടെസ്റ്റ് സോങ് ചുമ്മാ കൊടുത്താണ് ഞാൻ ഡിലീറ്റ് ചെയ്യണം ഡാറ്റ. ഓക്കെ. സോ അത് ഞാൻ ലേറ്റർ ഓൺ ഡിലീറ്റ് ചെയ്തോളാം. സെഷൻ ഔട്ടായെന്ന് തോന്നുന്നു. സെഷൻ ലോഗിൻ ചെയ്തിട്ട് MongoDBയിൽ ഞാൻ ലേറ്റർ ഓൺ ഡിലീറ്റ് ചെയ്തോളാം അത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാനിവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്താൽ ഞാൻ സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ലോട്ട്. ബൈ.